Hi, Assalamu alaikum. Welcome to Cook with Rumana. ನನ್ನ ವಿಡಿಯೋ ನೋಡ್ರಂಗ ಸ್ಕ್ರೀನ್ ಕಾಣೋಪ್ಪಲೆ ಲೈಕ್ ಹಾಕೋರು, ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕೋರು, ನೆಕ್ಸ್ಟ್ ಉള്ള ಬೆಲ್ ಪ್ರೆಸ್ ಹಾಕೋರು. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ലേച്ചസ് മിൽക്ക് കേക്ക് ആക്കിയുള്ളേ. ഇത് ഞാൻ പിസ്ത ഫ്ലേവർ വെച്ചിട്ട് ആക്കിയുള്ളേ. നിങ്ങൾക്ക് പിസ്ത അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവർ അല്ലെങ്കിൽ സ്ട്രോബെറി സിറപ്പ് വെച്ചിട്ട് അങ്ങനെ എന്ത് വെച്ചിട്ടും ആക്കാം. ഞാൻ കേക്ക് എക്സ്പേർട്ട് ഒന്നുമല്ല, നോർമൽ ആയിട്ട് ആക്കറേ ഹಂಗೆ ആക്കറേ. അപ്പം കേക്ക് എക്സ്പേർട്ട് അല്ലാത്തവർക്കും ബിഗിനേഴ്സിനും ഇതേപോലെ ആക്കാം. അപ്പം ഞങ്ങൾ എങ്ങനെ ആക്കുറിച്ചെന്ന് നോക്കാം. ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കുക. ഞാൻ വിപ്പിംഗ് പൗഡർ വെച്ചിട്ട് ക്രീം ആക്കിയുള്ളൂ. ആ കവറിൽ ബണ്ട് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് ഞങ്ങൾ റെഡിയാക്കിയമ്മേ. മാത്രം വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് ബണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമിಗೆ എടുക്കുന്ന ബ്ലേഡ് പിന്നെ ಅದರ ಬೌಲು 1 ಗಂಟೆ ಫ್ರೀಸರ್ಲಿ ಬೇಕೋನು. ഇങ്ങനത്തെ ബ്ലെൻഡറേ വേണമെന്നില്ല. ഞങ്ങൾ മിക്സി അങ്ങനെ ഫ്രീസറിൽ വെച്ചെങ്കിൽ മിക്സിയിൽ ഇങ്ങനെ 30 സെക്കൻഡ് അടിക്കറോ 30 സെക്കൻഡ് ഓഫ് ആക്കണോ 30 സെക്കൻഡ് ഓൺ ആക്കണം 30 സെക്കൻഡ് ഓഫ് ആക്കണം. അങ്ങനെ ആക്കിയെങ്കിൽ ഒരു 2-3 നിമിഷം ആക്കിയെങ്കിൽ ഞങ്ങൾ വിപ്പിംഗ് ക്രീം റെഡി ആവുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ಅದರ ಬ್ಯಾಟರ್ റെഡിയാക്കറേ. അതിಗೆ ഒരു 3/4 കപ്പ് തൈര്, ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് ചന്ത വിസ്കിൽ വെച്ച് മിക്സ് ആക്കണു. ഇങ്ങനത്തെ ഒരു വിസ്ക് ഒരു നല്ലൊരു ക്രീമി ടെക്സ്ചർ ಬಂದು ഒരു നിമിഷം ഒരു ഈ ടെക്സ്ചർ ಬಂದು അതിൽ പിന്നെ അതിന് ഞങ്ങൾ പൊടിയെല്ലാം ഇട്ട് കൊടുക്കുക. അതിന് 2 കപ്പ് മൈദ, ഒരു 3/4 കപ്പ് പഞ്ചാര പൊടിച്ചതേ എടുക്കണം. പഞ്ചാര ഇടി എടുക്കോ തീരാ. അതിക്ക് 1/2 സ്പൂണ് സോർത്തപ്പൊടി, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ചന്ത ഞങ്ങൾ അരച്ചെടുക്കണം. ഇങ്ങനെ അതിൽ പിന്നെ ഞങ്ങൾ മിക്സ് ആക്കണം. ചന്ത മിക്സ് ആക്കണം. മിക്സ് ആക്കുമ്പോൾ ഇന്ന് 1.5 കപ്പ് ഫുൾ പാൽ വേണം. ഒരു 1/2 ലിറ്റർ പാൽ വേണം ഫുൾ. ഇതിക്ക് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇടാം. ഫസ്റ്റ് ഒരു കപ്പ് അത്ര പാൽ ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കുക. ഇന്ന് ഇതിക്ക് ഞാൻ പിസ്തും കൊറ്റം ഒരു പിടി പിസ്ത ഒരു പിടി കൊറ്റ ഉണ്ട് ചന്ത മിക്സിയിൽ ഗ്രൈൻഡ് ആക്കി എടുത്തേ. നിങ്ങൾക്ക് എത്ര വേണം അത്ര ഇടാം. ഒരു പിടി വേണമെന്നില്ല. നിങ്ങൾക്ക് ഇന്ന് അത്ര എടുക്കുക. ഈ പിസ്തമേ വേണമെന്നില്ല. വേറെന്തെങ്കിലും നിങ്ങൾക്ക് ചോക്കോ പൗഡറോ വേറെന്തെങ്കിലും എസൻസ് യൂസ് ആക്കുക. നിങ്ങളിഷ്ടം. ഇതേ വേണമെന്നില്ല. ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കണം. ಅದರ ಕನ್ಸಿಸ್ಟೆನ್ಸಿ ರೆಡಿ ಆവുന്തോൽ എത്ര കൺസിസ്റ്റൻസി റെഡി ആവുമോ അത്ര കൺസിസ്റ്റൻസിക്ക് പാൽ ബീറ്റി കൊടുക്കണം. ഞാൻ ചെന്ന പോലെ ഒരു 1/2 ലിറ്റർ കണ്ടി ഒരു തെല്ല് കൊരടി വന്നിട്ട് 1/2 ലിറ്റർ എടുക്കണം. ഞങ്ങൾ കയ്യിൽ ചന്ത മിക്സ് ആക്കണം. മിക്സ് ആക്കി പിന്നെ ഒരു പച്ച കളർ തെല്ല് ആര കാണുകയിട്ട് ഒരു തെല്ല് കളർ ഇട്ട് കൊടുത്തേ. ഒരു 1/2 സ്പൂൺ അത്രമേ. ഇപ്പം ഞങ്ങൾ ബാറ്റർ റെഡി ചെയ്ത് അപ്പം ഞങ്ങൾ ಬ್ಯಾಟ್ರ್ ಮೌಲ್ಡ್ಗಿಟ್ಟು ಟ್ಯಾಪ್ ಹಾಕ್ಕೊಂಡು അപ്പോൾ ಅದಕ್ಕೆ ಎಣ್ಣೆಮ್ಮ ಬಟ್ರ ಗ್ರೀಸ್ ಹಾಕೋನು ಹಾಕಿತ್ತು ഞങ്ങൾ ബാറ്റർ ಅದಕ್ಕೆ ഇട്ടെങ്കിൽ ബാറ്റർ ಅದಕ್ಕಿട്ട് ടാപ്പ് ആക്കണോ. ടാപ്പ് ആക്കിയിട്ട് 180 ഡിഗ്രിയിൽ ഒരു 10 നിമിഷം പ്രീ ഹീറ്റ് ആക്കണം. അതിൽ പിന്നെ 180 ഡിഗ്രിയിൽ ഒരു 35 to 40 മിനിറ്റ്സ് വേണം. ഒരു 25 നിമിഷത്തിൽ പിന്നെ ഒന്ന് ചെക്കാക്കി നോക്കണം. റെഡി ആയിട്ടില്ലാണ്ടായെങ്കിൽ ഒരു 40 മിനിറ്റ്സ് 35 മിനിറ്റ്സ് അപ്പപ്പ ഓവൻ തുറന്ന് നോക്കോ തീരാ ഞങ്ങൾ കേക്ക് എടുക്കാവൂ. അപ്പോൾ റെഡി ചെയ്ത് കേക്ക് അതിൽ പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇതിൽ സിറപ്പ് റെഡിയാക്കാം. അതിൽ 1 കപ്പ് പാല്, പിന്നെ കണ്ടൻസ് മിൽക്ക്, വാനില എസൻസ്, തെല്ല് കളറ്. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചാര ഇട്ട് കൊടുത്തേ പിന്നെ ഇല്ലെങ്കിൽ ടേസ്റ്റ് യാറെ വേണമെന്നുണ്ടായെങ്കിൽ ഇവാപറേറ്റഡ് മിൽക്ക് അല്ലെങ്കിൽ പാലപ്പൊടി ഏതും ഇടാം. ടേസ്റ്റ് യാറാവും. അതിൽ പിന്നെ അത് ഞാനിപ്പോൾ കേക്ക് ഇങ്ങനെ ഹോൾ ഒട്ടാക്കി കൊടുക്കണം. ഒരു സ്പൂണാ ഫോർക്ക ഇങ്ങനെ എന്തായെങ്കിൽ ഈക്കില യൂസ് ആക്കാത്ത ഈക്കില ഏതുമാവും ചന്ത ഇങ്ങനെ ഒട്ടെടുത്ത് കൊടുക്കണം. അത് ആ സോസെല്ലാം അದ್ರ ഉൾഗത്ത് ബലിക്കണം. അതിಗೆ അങ്ങനെ ഒട്ടാക്കറോ. അതിൽ പിന്നെ ഒരു സ്പൂൺ ആ കയ്യിൽ വെച്ചിട്ട് ആ എഡ്ജ് റെഡി ആക്കണം. ക്രീം ഇട്ട പിന്നെ എഡ്ജ് എൽക്കി കൊടുക്കുകയില്ല. എഡ്ജ് എൽക്കി കൊടുക്കണം. അതിൽ പിന്നെ ഞങ്ങൾ റെഡിയാക്കി വെച്ച സിറപ്പ് ഒരു 3-4 സ്പൂണിൻ്റെ അത്ര ബീത്തണു. അത് ബീത്തിട്ട് ഒരു 5 നിമിഷം ಬೇಕುമ്പോൾ ಎಲ್ಲ ಬಲಿಕಿರಿ ಪಾಡ್ರಕ್ಕೆ ಬೀತಿತ್ತು ഒരു 1/4 ಗಂಟೆ ഞങ്ങൾ ഫ്രിഡ്ജിൽ ಬೇಕணும். ഫ്രിഡ്ജിൽ വെച്ചമേ ഫ്രീസറിൽ ಬೇಕೋ തീരാ. അതിൽ പിന്നെ ഞങ്ങൾ റെഡിയാക്കി വെച്ചോ വിപ്പിംഗ് ക്രീമോ ഇങ്ങനെ മേലെ സ്പ്രെഡാക്കി കൊടുക്കണം. എല്ലാ സൈഡും എത്ര പോലെ അപ്ലൈ ആക്കി കൊടുത്തെങ്കിൽ ഇട്ട് ചമ്മ ദപ്പത്തിൽ അപ്ലൈ കൊടുക്കണമെന്നില്ല. ചമ്മ തെൽപ്പുമല്ല ഒരു മീഡിയം സൈസിൽ അപ്ലൈ ആക്കി കൊടുത്തേമേ.
അതിൽ പിന്നെ ഞങ്ങളെ നോസിൽ ഏത് ഷേപ്പ് നോസിൽ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ആ ഷേപ്പിൽ ഡെക്കറേഷൻ ആക്കിയിട്ട് ഇത് ഞങ്ങളുടെ നോസിൽ എന്തില്ലെങ്കിൽ കാലി നോർമൽ ഒരു പ്ലാസ്റ്റിക് കിട്ടിട്ട് അതിൻ്റെ എഡ്ജ് ഇങ്ങനെ കട്ടാക്കിയിട്ട് ഏത് ഷേപ്പ് വേണം ഇങ്ങനെ ഉദ്ധത്തിൽ ഗര പോലെ വലിക്കുക എങ്ങനെ വയ്ക്കുക അത് ഞങ്ങൾ ഡെക്കറേഷൻ മാത്രം അതിൽ എക്സ്ട്രാ ടേസ്റ്റ് ഒന്നും പണ്ടില്ല നോസിലില്ലെങ്കിൽ പ്രോബ്ലം എന്തില്ല പൈപ്പിംഗ് ബാഗ് നോസിലില്ലെങ്കിൽ പ്രോബ്ലം എന്തില്ല എങ്ങനെ വേണം അങ്ങനെ ഞങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ പിന്നെ ഞാൻ ഉപ്പിട്ട റെഡിയാക്കി വെച്ചോ പിസ്ത ക്രഷ് ആക്കി തിന്നിട്ട് അതും അതിന് മേൽക്കിട്ടൊന്ന് ഡെക്കറേഷൻ ആക്കി ഇട്ട് അതില്ലാണ്ടായെങ്കിൽ ഞങ്ങൾക്ക് ചോക്കോ പൗഡറോ അല്ലെങ്കിൽ ജെംസ് അങ്ങനെ ബാരെന്തരായി ഞങ്ങൾട്ടിന് ചോക്കോ ചിപ്സ് ഏതിന്നെങ്കിലും അതും ഇട്ട് കൊടുക്കുക ഞങ്ങൾ ഇഷ്ടം അത് ഞങ്ങൾക്ക് എന്ത് വേണം അത് ഞങ്ങൾക്ക് ഇടാം ഞങ്ങൾക്കಲ್ಲಿ എന്തുണ്ടോ അതിടെ ഏതും ഇമ്പോർട്ടൻ്റ് ഇല്ല അപ്പോൾ അടിപൊളിയായ ലെച്ചസ് കേക്ക് റെഡി നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്